ഔഷധശാലയുടെ MD ആണ്. ഇത് തൈക്കാട്ട് മുസ്ലിം MD മോഹൻ എന്നാണ് എൻ്റെ പേര്. കെ മോഹൻ. ഇത് ഡയറക്ടറാണ് ഭരത് മോഹൻ, വൺ ഓഫ് ദി ഡയറക്ടേഴ്സ്. ഇത് പബ്ലിക് റിലേഷൻ ഓഫീസർ മിസ്റ്റർ ശിവദാസ്. ശിവദാസ്. ഇത് മാർക്കറ്റിംഗ് ഹെഡാണ് അരുൺ കെ. അദ്ദേഹം മാർക്കറ്റിംഗ് മാനേജറാണ്. വാസുദേവൻ. ഈ മാർച്ച് 14-ാം തീയതി, അതായത് മറ്റന്നാൾ, നമ്മളുടെ മൂസിന്റെ ET നാരായണ മൂസിന്റെ അനുസ്മരണ ദിനമായി ആചരിക്കുകയാണ്. കാസിനോ ഹോട്ടലിൽ വെച്ചിട്ട്, കാസിനോ ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ചിട്ട്. മൂസിന്റെ 5ാം ചരമവാർഷികമാണ്. ET നാരായണ മൂസ് എന്ന് പറഞ്ഞാൽ ETM വൈദ്യശാല നിങ്ങൾക്ക് അറിയേണ്ടത് 1914 പഴയ യൂണിറ്റ്, ഏറ്റവും പഴയ യൂണിറ്റ്. ഇപ്പോഴും അത് ഉള്ളൂരാണ് അതിന്റെ ബേസിക് തുടക്കം. ഉള്ളൂർ ഗേറ്റിന്റെ അവിടെ, ഇപ്പോഴും ആ ഗേറ്റിന്റെ അവിടെ നോക്കിയാൽ കാണാം ഇടിഞ്ഞു പൊളിഞ്ഞ് ബോർഡ് മാത്രമായിട്ട് ഇരിക്കുന്നത്. പഴയ യൂണിറ്റ് ആണ്. 1914 ET ദിവാകരൻ മൂസ് എന്ന് പറഞ്ഞ അദ്ദേഹം, അതായത് ഇപ്പൊ നാരായണ മൂസിന്റെ മുത്തച്ഛൻ സ്ഥാപിച്ച യൂണിറ്റ് ആണ്. അത് കുറെ സാമ്പത്തിക പ്രോബ്ലംസും, അതായത് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. 1914 യൂണിറ്റ് ആണ്. കുറെ പ്രോബ്ലംസ്, സാമ്പത്തിക പ്രോബ്ലംസ് മാത്രമല്ല കുറെ പ്രശ്നങ്ങളൊക്കെ, അതായത് നടത്തിക്കൊണ്ടുപോകാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് അവസാനം ക്ലോസ്ഡ് ആവും. അങ്ങനെ അങ്ങോട്ട് ക്ലോസ്ഡ് ചെയ്ത അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നമ്മളത് ഒന്നുകൂടി സർവൈവ്. മൂസിന്റെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ നട്ടൽ എന്ന് പറഞ്ഞ ആള് നാരായണ മൂസ് തന്നെയായിരുന്നു. നാരായണ മൂസിന്റെ അമ്മമാരി ET ദിവാകരൻ മൂസ് അവരൊക്കെ കൂടി തുടങ്ങിയൊരു യൂണിറ്റാണ്, പാർട്ണർഷിപ്പിലായിരുന്നു. അങ്ങനെ യൂണിറ്റ് നമ്മൾ എന്തെന്ന് വെച്ചാൽ കുറേ കൂടി അന്ന് ശരിക്കും പറഞ്ഞാൽ വിറകെടുപ്പൊക്കെ ഉപയോഗിച്ച് പഴയ സിസ്റ്റമാറ്റിക് ആയിട്ട് പഴയ സ്റ്റൈലിലാണ് ആ ബിസിനസ് ഒക്കെ നടത്തിയിരുന്നത്, പ്രൊഡക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. അതിനെ കുറച്ചും കൂടി മോഡേണൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെന്ന് വെച്ചാൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഫ്ലോട്ട് ചെയ്തു. എന്നിട്ട് ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഇതിന്റെ ഗുഡ്വിൽ ടേക്ക് ഓവർ ചെയ്ത്, അങ്ങനെയാണ് ETM ഔഷധശാല ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആക്കിയിട്ട് അത് രജിസ്റ്റർ ചെയ്ത് മാർക്കറ്റിൽ വരുന്നത്. ഇപ്പോൾ മൂസ് മരിച്ചിട്ട് 5ാമത്തെ കൊല്ലാണ്. മൂസായിരുന്നു ഇതിന്റെ ബേസ് എല്ലാം. അദ്ദേഹത്തിന്റെ ഡയറക്ഷനിലും, ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആചാര്യൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ, അദ്ദേഹത്തിന്റെ ഇതിലാണ് ഈ സാധനം കൊണ്ട് നടന്നിരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇതിന്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. വെള്ളാങ്കല്ലൂരാണ് ഇതിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ്. ഇരിഞ്ഞാലക്കുട വെള്ളാങ്കല്ലൂർ മാനുഫാക്ചറിങ് യൂണിറ്റ്. അതിൻ്റെ ഒരു കോസ്മെറ്റിക് ഡിവിഷൻ ഉണ്ട്, ETM ഔഷധശാല ആൻഡ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞു. കോസ്മെറ്റിക്സ്, ആയുർവേദ കോസ്മെറ്റിക്, ഷാംപൂ, സോപ്പ്, അങ്ങനെ നാൽപ്പാമര സോപ്പൊക്കെ നമ്മളുടെയാണ്. സോപ്പ്, ഷാംപൂ, ക്രീം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കോസ്മെറ്റിക് ഡിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും 2006 അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്, നമ്മൾ 2006 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കുഴപ്പമില്ല, നന്നായി പോകുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, ക്ലിനിക്കാണ്. ഇരിഞ്ഞാലക്കുട ടൗണിൽ തന്നെ ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. പേഷ്യൻസൊക്കെ ഉള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. നല്ല ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവിടെ വിസിറ്റുണ്ട്. ഇതിന് പുറമെ നമ്മളൊരു ആയുർവേദ റിസോർട്ടുമാരി ഒരെണ്ണമുണ്ട്. ഒരു നല്ല അറ്റ്മോസ്ഫിയറിലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആയുർവേദ റിസോർട്ടും. ഇതിന്റെ ഒരു ഭാഗമായിട്ട് മൂസിന്റെ മൂസിന്റെ ഈ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് കുറേയും കൂടി കുറച്ച് ചാരിറ്റി പർപ്പസുകളായിട്ട് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കുറേ മെഡിക്കൽ ക്യാമ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ അനുസരണമായിട്ടാണ് നിങ്ങളെല്ലാവരും, എൻ്റെ ഹംബിൾ റിക്വസ്റ്റ് എന്താ വെച്ചാൽ എല്ലാവരും ഈ പറഞ്ഞ പരിപാടിക്ക് ഫംഗ്ഷനിൽ പങ്കെടുക്കണം. മാർച്ച് 14-ാം തീയതി ശനിയാഴ്ച 4 മണി, വൈകിട്ട് 4 മണിക്ക് കാസിനോ ഹോട്ടലിൽ വെച്ചിട്ടാണ്, ഇന്റർനാഷണൽ ഹോട്ടലിലാണ്. മിനിസ്റ്ററാണ് പങ്കെടുക്കുന്നുണ്ട്. മിനിസ്റ്റർ അല്ലല്ല, നമ്മൾ ടേക്ക് ഓവർ ചെയ്ത യൂണിറ്റ്. മൂസ് ഞങ്ങളുടെ സത്യം പറഞ്ഞ ഒരു ആചാര്യനായിരുന്നു. ഞങ്ങൾ വേറെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. മൂസ നമ്മുടെ ഇതിന്റെ ഒരു ഗുരുദർശിയും ആചാരനെല്ലാം മൂസായിരുന്നു. അതിനുശേഷം നമ്മൾ കമ്പനി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. പക്ഷെ നമ്മുടെ എല്ലാം ഒരു ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂസിൽ നിന്നാണ്.
ഇല്ല, ഇപ്പൊ ആരും ഇല്ല. മൂസിന്റെ വൈഫൊക്കെ ഇൻവോൾവ് ആണ്. മൂസിന്റെ വൈഫ് ഉണ്ട്, ഉമ എന്നതിനൊന്നും അവർ ഇൻവോൾവ് ആണ്. അപ്പൊ മൂസ് പുതിയ ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. ഓൾ ഇന്ത്യ ബ്രാഞ്ചസും ഓൾ ഇന്ത്യ മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ ടൗണിൽ ഇപ്പൊ നമ്മുടെ ഈ നമ്മുടെ ഹോസ്പിറ്റലിന് നേരെ ഫ്രണ്ടിലുണ്ട്, ആയുർവേദ ഹോസ്പിറ്റലിന് നേരെ ഫ്രണ്ടിൽ തന്നെയുണ്ട് സ്വദേശി എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് ആയുർവേദ ഹോസ്പിറ്റലിന് ഫ്രണ്ടിൽ. ഇവിടെ തന്നെ നമുക്ക് മൊത്തത്തോളം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ മൊത്തത്തോളം ഏകദേശം 50-60 ഏജൻസികളുണ്ട്. നമ്മുടെ ഈ മൂസിന്റെ ഒരു അനുസ്മരണ സംഭവത്തോടനുബന്ധിച്ച് നമ്മൾ ഈ ഒരു വർഷത്തിൽ നമ്മൾ കുറെ സൗജന്യ ചികിത്സാ ക്യാമ്പും ട്രീറ്റ്മെന്റ്സും എല്ലാം പ്ലാൻ ചെയ്യുന്നു. അപ്പൊ അതൊരു മൂസ് നമ്മുടെ ഒരു ദൈവതുല്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുസ്മരണം സത്യം പറഞ്ഞാൽ നമ്മൾ ലേറ്റായി, 5ാമത്തെ ചരമവാർഷികമാണ്, ലേറ്റായി. പക്ഷെ അത് നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ നടന്നു പോകാനുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും 4 വിദ്യാഭ്യാസ മന്ത്രി ഉണ്ട്, ബിന്ദു മേഡമാണ് ഇനോഗ്രേഷൻ, നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സാറാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. അപ്പൊ എല്ലാവരുടെയും സാന്നിധ്യം അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു, അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്നു. നടത്തുന്നത് ഈ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 4-5 പ്രോഗ്രാമുകളാണ് നമ്മൾ ഈ വർഷത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഒരെണ്ണം നമ്മൾ വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലാണ് ഈ കമ്പനി വരുന്നത്, വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ട സൗജന്യ ആയുർവേദ ചികിത്സയാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു പദ്ധതി. രണ്ടാമത്തെ പദ്ധതി ഒരു ഔഷധ സസ്യത്തോട്ടം. അപ്പോൾ ഔഷധ സസ്യങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ ഔഷധ സസ്യത്തോട്ടം, നമുക്കൊരു 20 ഏക്കർ സ്ഥലം മാപ്രാണം മാടായിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അവിടെ നമ്മൾ ഔഷധ സസ്യത്തോട്ടം ഡെവലപ്പ് ചെയ്യാൻ നമുക്കൊരു പ്ലാൻ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ. മൂന്നാമത് നമുക്കൊരു സൗജന്യമായ ക്ലിനിക്കുകൾ, അത് ഇവിടെ കേരളത്തിൽ മാത്രമല്ല, നമ്മൾ ഓരോ സ്ഥലങ്ങളിലും, ഇപ്പോൾ എടത്വ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുമുള്ള ഈ ഓരോ ഡിസ്ട്രിബ്യൂട്ടർമാർ, ഡീലർമാർ നടത്തുന്ന സൗജന്യ ചികിത്സാ സഹായ ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി കൂടുതൽ വിപുലമായ തോതിൽ നമ്മൾ കൊടുക്കാൻ പ്ലാനുണ്ട്. ഈ 3 നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന 3 പരിപാടികൾ ഈ 3 സൗജന്യമായിട്ടുള്ള മരുന്നുകളുടെ സപ്ലൈ, സൗജന്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ, ഞങ്ങളുടെ വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മെഡിക്കൽ ക്യാമ്പുകൾ. ഇത് 3 ഇപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് അജണ്ടയിൽ വരുന്ന ഈ 3 പ്രോഗ്രാം. ഈ അനുസ്മരണ സമിതി രൂപീകരിച്ചിട്ട് നമ്മൾ കുറച്ച് കാലമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അനുസ്മരണ യോഗമാണ് നടക്കുന്നത്. പക്ഷേ ഈ അനുസ്മരണ യോഗം അതുകൊണ്ടാണ് ചെറിയൊരു ചടങ്ങായിട്ട് മാറിയത്. ചെറിയ ചടങ്ങ് മീൻസ് 150 പേരോടുള്ള ഒരു സദസ്സാണ് നടക്കുന്നത്. നമ്മൾ ഫാക്ടറിയിൽ വലിയൊരു പ്രോഗ്രാമായിട്ട് അടുത്ത വർഷമാണ് നമുക്ക് നടത്താൻ പ്ലാനുള്ളൂ. നമ്മുടെ ഒരു ചാരിറ്റബിൾ കുറച്ചുകൂടി വിശദമായിട്ട് സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് വേണം ഇത് കുറച്ചുകൂടി വിപുലമായ തോതിൽ നടത്തണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. പക്ഷേ എന്തായാലും ഇത്തവണത്തെ പ്രോഗ്രാമിന് മിനിസ്റ്റർ ഇന്നും കൂടി വിളിച്ചിരുന്നു, എന്തായാലും വരുന്നു പറഞ്ഞിട്ട് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീധരൻപിള്ള സാർ ഇന്ന് രാവിലെ വിളിച്ചിരുന്നു, ആളും എത്തും. ഈ പങ്കെടുക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളും എത്തും. പിന്നെ മൂസിൻ്റെ ഫാമിലിനെ നമ്മൾ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്, അവരുടെ വക ഒരു അനുസ്മരണം കൂടി ഉണ്ടാവും. ഈ മരിച്ചുപോയ മൂസിൻ്റെ ചേട്ടൻ വരുന്നുണ്ട്, ET ദിവാകരൻ മൂസ്, അദ്ദേഹവും ഓർമ്മകളെ കൊണ്ടുള്ള പ്രസംഗമുണ്ട്. നമ്മുടെ പ്രധാന ഉദ്ദേശം 2. ഇദ്ദേഹത്തെ അരുൺ പറഞ്ഞ പോലെ നമ്മളിതിനെ ഒരു ഗുരുതുല്യനായ ഒരാളെ കണ്ടിട്ടുണ്ട്. അതിനെ നമ്മൾ ഒരു ലെജൻഡ്, ആയുർവേദത്തിൻ്റെ ഒരു ലെജൻഡായിട്ടുള്ള ഒരു ആളെ ഉയർത്തിക്കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കാലാകാലം സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുക എന്നുള്ളതാണ് ചെയ്തത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ അല്പം ലേറ്റായി പോയി. ഇത് 5ാമത്തെ വാർഷികം, ചരമവാർഷികം തൊട്ടാണ് നമ്മളിത് ഇതിനു മുമ്പ് നടത്തിയിരുന്നു. കമ്പനിക്കകത്ത് ചെറിയൊരു പ്രോഗ്രാമായിട്ടാണ് നടത്തിയിരുന്നത്. ഈ വർഷമാണ് നമ്മളതൊരു വലിയ പ്രോഗ്രാമായിട്ട് തുടക്കം. ഇതൊരു വലിയൊരു ഞങ്ങളുടെ മനസ്സിലുള്ള വലിയൊരു വിഷന്റെ തുടക്കമായിട്ട് മാത്രം 1999 ഞങ്ങളത് ടേക്ക് ഓവർ ചെയ്യുന്നത്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഫ്ലോട്ട് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യായിരുന്നു. ഇപ്പോൾ മോഡേണൈസിംഗ് ഭാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഓരോ കാര്യങ്ങളും ടെക്നിക്സും പുതിയതായിട്ടുള്ള വെള്ളയനാടാണ് യൂണിറ്റ് ഉണ്ടായിരുന്നു, പഴയ യൂണിറ്റ് ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ മാതിരി ലേബർ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് അത് ക്ലോസ് ഡൗൺ ചെയ്തൊരു യൂണിറ്റ് ആയിരുന്നു. ടേക്ക് ഓവർ ചെയ്തിട്ട് അതിന് നെയിം ക്ലോസ് ഇവരുടെ പേര് ഉപയോഗിച്ചിട്ട് അതിന് നമ്മൾ ഡെവലപ്പ് ആ ബ്രാൻഡ് നമ്മൾ എടുത്തതായിരുന്നു. ആ ബ്രാൻഡായിട്ട് നമ്മൾ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ അത് ഡെവലപ്പ് ചെയ്യായിരുന്നു. പിന്നെ ആ കമ്പനി വേറെ ഇതായിരുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ടോട്ടലി ഗുഡ് ആയിരുന്നുകൊണ്ട് നമ്മൾ അത് എടുത്തിട്ട് ഡെവലപ്പ് ചെയ്തു.
എന്തോ ആ അല്ലല്ല, നമ്മള് ഭാവിയിലേക്ക് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ടിംഗ് പ്രോസസ് മാത്രമായിട്ടാണ്. മാഡം പറഞ്ഞത് ശരിയാണ്. നമ്മൾ ഈ 3 നമ്മൾ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് പ്രൈമറി കൺസേൺ ഈ 3 ഉള്ളൂ. ഇപ്പൊ പറഞ്ഞ 3 നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രൈമറി കൺസേൺ നമ്മൾ തുടക്കം നമ്മളുടെ ഒരു ഈ പറഞ്ഞ മാതിരി പുതിയ പ്രോഡക്റ്റുകളുടെ ലോഞ്ചിങ് പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. കുറെ പാറ്റേൺ മെഡിസിൻസും അതുമാതിരി കുറെ കോസ്മെറ്റിക് മെഡിസിൻസ്, കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഒക്കെ നമ്മളിത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളുടേതായിട്ടുള്ള ഓൺ ഡെവലപ്മെന്റ് പ്രോഡക്ട്സ് ഉണ്ട്. അതിന്റെ ഒരു ലോഞ്ചിങ് പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുറച്ചുകൂടി അഡ്വർടൈസ്മെന്റ്, കുറച്ചുകൂടി ഭംഗിയായിട്ട് ഒരു അഡ്വർടൈസിംഗ് ഫീൽഡിലൊക്കെ വന്നുകൊണ്ട് കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യാമെന്നൊരു ആഗ്രഹമുണ്ട്. അത് ഇൻ ഡ്യൂ കോഴ്സ് ഒരു 5-6 മാസത്തിനുള്ളിൽ, അതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. 5-6 മാസത്തിനുള്ളിൽ നമ്മുടെ പുതിയ പ്രോഡക്റ്റുകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രോഗ്രാം ഇത് കണ്ടക്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. സാർ ഇതിന്റെ ഇടയിൽ പറഞ്ഞു നമുക്കൊരു കോസ്മെറ്റിക് ഡിവിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ കോസ്മെറ്റിക് ഡിവിഷന്റെ ബാനറിൽ കുറെ നമുക്ക് പാറ്റേൺ മെഡിസിൻസിന്റെ ലൈസൻസ് ഉണ്ട്, ക്ലിനിക്കൽ ട്രെയിനിങ് കഴിഞ്ഞ ലൈസൻസ് കാര്യങ്ങളുണ്ട് കോസ്മെറ്റിക്. അപ്പൊ അത് നമ്മളൊരു 5 months ആ ഡിവിഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കാരൂരാണ് ആ ഫാക്ടറി ഉള്ളത്, ചാലക്കുടി വഴി കാരൂരാണ് ആ ഫാക്ടറി. നിങ്ങളെല്ലാരും അന്നത്തെ ദിവസം എല്ലാവരും വരണം, നമ്മളോട് സഹായിക്കണം. നമുക്കതൊരു സന്തോഷമായിരിക്കും. നമ്മുടെ ഒരു ഗുരുവായൂരാണ് അത്. ആളെ നമ്മള് റിമെമ്പറൻസ് പോലെ നമ്മളതിങ്ങനെ, ശരിയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ലേറ്റ് ആയി പോയി, പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും വന്നാൽ സന്തോഷമായിരിക്കും.